അനുഗ്രഹീതമായ പെരുന്നാളിൻ്റെ ബലപ്പെടുത്തുന്നതായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. തലമുറയായി പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ ഭക്തിയാദരവോടെ ഈ ദേശവും നാനാമതസ്ഥരായ സഹോദര ജനങ്ങളും ഭക്തിയോടെയും ആദരവോടെയും കൊണ്ടാടുന്ന സമയമാണ്. അനേകം ആളുകൾക്ക് സാക്ഷ്യമാകുവാനും അനേകം ആളുകൾക്ക് പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കൊക്കെ വലിയ രക്ഷയുടെ അനുഭവം, സമാധാനവും ലഭിച്ച ഓർമ്മകളും സാക്ഷ്യവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഇടയിലുമുണ്ട്. ഇനിയുള്ള തലമുറകളും അപ്രകാരം ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഗീവർഗീസ് സഹദായെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് പുണ്യാളച്ചൻ എന്നാണ്. ആ വാക്കിന് ഒരു വലിയ അർത്ഥമുണ്ട്. പുണ്യത്തെ ധാരാളമായി നൽകുന്നവൻ, പുണ്യത്തെ അനുഗ്രഹീതമായി പ്രവഹിപ്പിക്കുന്നവൻ. യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രഥമമായ ചിന്തയും അത് തന്നെയാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹീതമായ പുണ്യത്തെ പ്രവഹിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ യാത്രകളിലൊക്കെ കർത്താവിൻ്റെ പുണ്യത്തെ പ്രവഹിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാക്ഷിയാകുവാനും സാധിക്കുമ്പോഴാണ് ഈ പെരുന്നാളിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പെരുന്നാൾ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം എന്ന് പറയുവാൻ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പെരുന്നാളുകൾ എപ്പോഴും വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നതാകണം. കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ ബോധ്യപ്പെടുവാനും ആ കുറവുകളിൽ നിന്ന് പിന്മാറി അനുഗ്രഹീതമായ ആ പ്രവാഹത്തിൻ്റെ ഭാഗമാകുവാൻ സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുണ്യാളത്വത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുണ്ടാകട്ടെ എന്ന് പ്രഥമമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും ആ പ്രകാരമുള്ള ചിന്തകൾ തന്നെയാണ്. കർത്താവിൻ്റെ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എപ്രകാരം ജീവിക്കണമെന്ന്. കർത്താവിൻ്റെ സാക്ഷിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം മാറ്റവും രൂപാന്തരീകരണം ഉണ്ടാകണമെന്നാണ് കർത്താവോട് പറയുന്നത്. നിങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഇന്ന് പലപ്പോഴും ഈ ദേവാലയത്തിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങളുടെ മധ്യേ പോകുമ്പോൾ, ദുഃഖവും ഞെരുക്കവും ഉണ്ടാകുമ്പോൾ ദൈവം അതിൽ നിന്നും മാറി നടക്കുവാനും അതിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. നിന്ദിക്കപ്പെടുന്ന സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറേനക്കാരനോട് പറയുന്നുണ്ട്, പടയാളികൾ ശീമോനോട് പറയുന്നുണ്ട്, ഇവന്റെ കുരിശിനെ ചുമക്കുവാൻ നീ സാധ്യമാകണമെന്ന് നിർബന്ധിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കുറേനക്കാരൻ ശീമോനോട് കർത്താവിന്റെ കുരിശിനെ ചുമക്കുവാൻ നിർബന്ധിച്ചു എന്ന്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ തന്നെയാണ്. നമ്മുടെ ജീവിത യാത്രയിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ കുരിശിനെ പിൻപറ്റുവാനും ആ കുരിശിനെ ചുമക്കുവാനുമുള്ള വിളിയും സാധ്യതയുമാണ് അതിലൂടെ സാധ്യമാകുന്നത്. കർത്താവിനെ കൂടുതൽ അറിയുവാനുള്ളതായ നിമിഷമാണെങ്കിൽ എങ്ങനെയാണ് അതിൽ നമ്മൾ ബൈപ്പാസ് ചെയ്ത് നടക്കുവാൻ ആഗ്രഹിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകും, മുറിവുകളുണ്ടാകും, ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായും അത് തന്നെയല്ലേ നമ്മളൊക്കെ കാണിച്ചു തരുന്നത്. ഒരു സമൂഹം മുഴുവൻ പ്രതിസന്ധിയുടെ നിഴലിലായപ്പോൾ നിലപാടോടുകൂടി
അതിനെതിരെ പ്രതികരിച്ചവനാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. ചില നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ മുറുകെ പിടിക്കേണ്ടി വരും. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നിലപാടോടുകൂടി ജീവിക്കുമ്പോൾ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ സാക്ഷിയായി തീരേണ്ടത്. മറ്റു പലതിനെയും മുറുകെ പിടിക്കുവാനും മറ്റു പലതിനോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിനെ നമ്മൾ അറിയാതെ പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് കർത്താവ് പറയുകയാണ്, നീ നിന്റെ ജീവനെ സംരക്ഷിക്കണമെന്ന്. കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ നീ സാധ്യമാകുന്നുവെങ്കിൽ, നീ പൂർണ്ണമായി സമർപ്പണത്തിൻ്റെ അനുഭവത്തോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ നീ ഒരിക്കലും അനാഥനായി തീരുകയില്ല. ഇവിടെ പറയുന്നുണ്ടല്ലോ, മാതാവിനോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. കർത്താവിൻ്റെ കുരിശിനോട് ചേരുമ്പോൾ നീ ജീവനെ പ്രാപിക്കുമെന്ന് മനസ്സിലാക്കണം. ആത്മീയമായ നിന്റെ ജീവിതത്തിൽ കൃപകളുടെ അനവരതമായ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്താണ് കർത്താവിൻ്റെ കൃപ? സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ, കർത്താവിൻ്റെ കൃപ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മിലുള്ളത് ആ സ്നേഹാനുഭവം നഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നുണ്ട്, ഇവരെൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. ഇനി മുതൽ നിങ്ങളുടെ ദാസനല്ല, നിങ്ങളുടെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് പറയുന്നത്. മൂന്നാം കർത്താവ് പറയുകയാണ്, അപ്രകാരം നീ ജീവിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ നിന്നെ സ്വർഗീയ അനുഭവത്തിൽ ഞാൻ മറന്നു പോകുമെന്ന്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ കർത്താവ് നമ്മെ മറക്കുന്ന, അല്ലെങ്കിൽ സ്വർഗം നമ്മെ മറക്കുന്ന അനുഭവമാണോ, അതോ കർത്താവ് തൻ്റെ കുരിശിൽ കിടന്നപ്പോൾ ആ കള്ളനോട് പറഞ്ഞതുപോലെ ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞതായ ആ വാക്കാണോ നമ്മൾ കേൾക്കുവാൻ ഇടയാകുന്നത് ചിന്തിച്ചു നോക്കണം. 3 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. രണ്ടാമത്, വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നത് സഹനവും വേദനകളുമായിരിക്കും, കുരിശും നൊമ്പരങ്ങളുമായിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? ജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ജീവനെ പ്രാപിക്കുന്ന ഒരുവൻ പോലും കർത്താവിൻ്റെ സന്നദ്ധയിൽ തള്ളപ്പെടുകയില്ല. സ്വർഗം സന്തോഷിക്കുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ ജീവനെ പ്രാപിക്കാത്തവൻ, കർത്താവിൻ്റെ സുവിശേഷത്തെ ലജ്ജീകരിക്കുന്നവൻ, കർത്താവിൻ്റെ സുവിശേഷത്തെ തുച്ഛീകരിക്കുന്നവൻ സ്വർഗത്തെ മറക്കും എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, സ്വർഗീയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പെരുന്നാളിൻ്റെ നന്മകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും അത് തന്നെയാണ്. സ്വർഗം എന്നെ ഓർത്ത് സന്തോഷിക്കുവാനിടയാകണം. സ്വർഗം എൻ്റെ പ്രവർത്തനങ്ങളെ കണ്ട് സന്തോഷിക്കുവാനിടയാകണം. ആ രണ്ടാമത്തെ വരവിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന തരത്തിൽ ആ സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ ഇടയാകണം. അപ്പോഴാണ് ഈ പുണ്യാളത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുകയുള്ളൂ. നമ്മിലൂടെ അനുഗ്രഹീതമായ കർത്താവിൻ്റെ ആ കൃപ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇടയാകണം. ഇന്ന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കും.